ഗണപതി എനിക്ക് സോഡ ഫാക്ടറി വേലയാണ് ചേച്ചി. ഇത്ര പെട്ടെന്നാ? ആമാ. ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ, വിളിച്ചു പറഞ്ഞവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. എങ്കിട്ട മട്ടും പോയി ചെല്ലാതെ അജിയുടെ വീട്ടിലല്ലേ അണ്ണനിപ്പോ വേല. വേല? അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈത്തിക്കാരൻ. മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനം കൊണ്ട് ഓടിയതാ. എന്നോട് പറഞ്ഞേ? പറയാം. എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമാ? ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാരും ചവിട്ടും. വേഗം പോയി വേഷം മാറി രണ്ട് ഗെയിം കളിക്കാം. ഒന്നുമില്ല, ആകെ ക്ഷീണിച്ചല്ലോ. വാ, ചേച്ചി കാപ്പി തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ശാന്തമായി മനസമാധാനത്തോടെ മരിക്കാൻ തീരുമാനിച്ച എന്നെ നിങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തിയത്? എന്തുപറ്റി നിനക്ക്? ജോലി ഇഷ്ടമായില്ലേ? ജോലി അയാൾക്ക് വേണ്ടത് പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല ചേച്ചി, വീട്ടു ജോലിക്കാരനെയാ. അതെ, ഇന്ന് അയാൾ എന്നെ കൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കിച്ചു, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു, തോട്ടം നനപ്പിച്ചു, മാർക്കറ്റിൽ നിന്ന് മീൻ വരെ വാങ്ങിപ്പിച്ചു. ഇതിനാണോ ചേച്ചി MCA പാസ്സായിട്ട് ഞാൻ ഇവിടെ വന്നത്? ഇതിനാണോ ഞാൻ ഗൾഫിൽ എണ്ണം പറഞ്ഞ് ജോലി കളഞ്ഞു ഇവിടെ വന്നത്? എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? അതൊക്കെ ജോൺ മാത്യു സാർ നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. അത് ടെസ്റ്റ് ചെയ്തല്ലേ സാറ്? ടെസ്റ്റാ? ഇതാണ് ടെസ്റ്റ്? ഒന്നുമല്ല, അയാളുടെ പീഡനം കാരണം ഒരാൾ പോലും അവിടെ നിൽക്കില്ലത്രേ. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു. വിനോദേ, അധ്വാനമാണ് ഏത് ജീവിതത്തിന്റെയും മുതൽക്കൂട്ട്. മഹാത്മാഗാന്ധി എന്തെല്ലാം ജോലികൾ ചെയ്തിരിക്കുന്നു. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല, അറിയോ? വെയിലത്ത് വാടാതിരിക്കാൻ കൊട ഓടിയാ പോരെ? ഇനി ഞാനില്ല അങ്ങോട്ട്. അതിനേക്കാൾ ഭേദമായി എവിടെ ദേ ആ മാവിന്റെ കൊമ്പത്ത് തൂങ്ങണതാ. തെറ്റുപറ്റിയത് എനിക്കാണ്. ലോകം കണ്ട ഒരു വലിയ മനുഷ്യന്റെ കൂടെ പ്രവർത്തിക്കാൻ നിനക്കൊരവസരമാകുമല്ലോ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതിന്റെ വില നിനക്ക് മനസ്സിലായില്ല. പോട്ടെ, സാരമില്ല. ഇതിപ്പോ ജീവിതകാലം മുഴുവനും വേണ്ടല്ലോ വിനു. ആ കഥ എഴുതി തീരുന്ന വരെ നിർബന്ധിക്കേണ്ട വിമലേ. ഇവനൊക്കെ ഭാഗ്യവാനാ. ജീവിതത്തിന്റെ കയ്പ് നീര് കുടിച്ചു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കെട്ടണം പണിക്ക് പോയിട്ട് കല്ല് ചുമന്നിട്ടുണ്ട്, ഹോട്ടലിൽ പ്ലേറ്റ് കഴിയിട്ടുണ്ട്. വിനോദേ, സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. ആഴമുള്ള കടലിൽ മുങ്ങിത്തപ്പുന്നവനെ രത്നങ്ങൾ ലഭിക്കുകയുള്ളൂ. നീയല്ലേ പറഞ്ഞത് ഏത് ജോലി ചെയ്യാനും നിനക്ക് മടിയില്ലെന്ന്? ഹൈ, മടിയായിട്ടല്ല ചേച്ചി, മടി തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഏത് ജോലിക്കും ഉണ്ടാവും. നമ്മുടെ അച്ഛനെ ഓർത്ത് നീ അതൊക്കെ ക്ഷമിക്കേ. ജോൺ മാത്യു സാറിന്റെ കൃത്യനിഷ്ഠ, ചുമതലാബോധം, ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ നീ ഷാജിയേട്ടനോട് നന്ദി പറയും. നീ എന്റെ ഒരേ ഒരു അളിയനില്ലടാ. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂടാ? പറയടാ. ഇല്ല. വിമലെ, അവന് ചായ കൊടുക്കും. പകലന്തിയോളം പണിയെടുത്ത് വന്നിരിക്കുകയാണ് പാവം. ക്ഷീണം കാണും. ഞങ്ങള് 2 മക്കളാ. ടീച്ചറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫെയിലായപ്പോ ചെറിയൊരു മെന്റൽ ഷോക്ക്. 5-6 മാസം ആശുപത്രിയിലൊക്കെ കിടന്നു. പിന്നെ മാരേജ് ചെയ്തില്ല. ഞാനിങ്ങനെ തനിച്ചായി പോവല്ലോ എന്ന് കരുതിയാവും അവനും കല്യാണം കഴിക്കാതിരുന്നത്. ആർമിയിലായിരിക്കുമ്പോഴാ അവൻ IPS എഴുതിയതേ. വലിയ കണിച്ചക്കാരനാ, എന്നാ പരമസാധു. അത് ഈ മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ മനസ്സിലാവോ? പെൻഷനാകാൻ 3-4 കൊല്ലം കൂടെ ബാക്കിയുള്ളപ്പോഴാ രാജിവെച്ചതേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച നാടല്ലേ, ഇവിടുത്തെ പള്ളിപ്പറമ്പ് മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ, നീ ആ തീ അങ്ങോട്ട് കുറച്ച്, എന്റെ കൈ അഴുക്കാം. ഒക്കെ ഒരു നിമിത്ത ടീച്ചറെ. അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു MCAക്കാരന് ഈ അടുക്കളയെ വന്നിരുന്ന് ഉള്ളേരിയേണ്ട കാര്യമുണ്ടോ? വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കുക, അതൊരു ഭാഗ്യല്ലേ? സംശയമുണ്ടോ? അതിന് ഇത്രത്തോളം നല്ല സ്ഥലം വേറെ ഇല്ല. ഇനി ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും നുറുക്കി തന്നേ. സാർ, ഇത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ വിളിക്കാം. അതല്ലാതെ വല്ല വിളികളും വന്നാൽ അതിന്റെ പണം തന്റെ ശമ്പളത്തിന് ഞാൻ ഈടാക്കും. താങ്ക് യു സാർ.
എന്റെ അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ടാ മുമ്പ് ഞാൻ വാങ്ങാതിരുന്നത്. പഴയ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് കത്തെഴുത്തി തന്നെ എപ്പോഴും That's wrong. നമ്മളെപ്പോഴും കാലത്തിനൊപ്പം യാത്ര ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് നാളെ ഒരു യാത്രയുണ്ട് ട്രിവാൻഡ്രം വരെ. വരുമ്പോ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് കൂടെ എടുത്തോണം. എന്തിനാണ് സാർ? ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഒബേ ഫാസ്റ്റ്. സാർ, നാളെ രാത്രി വണ്ടിക്ക് താൻ ട്രിവാൻഡ്രത്തേക്ക് പോവും. സെക്രട്ടേറിയറ്റിൽ എന്റെ ഒരു പഴയ കൊളീഗുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അയാൾ ഒരു സീക്രട്ട് ഫയലിന്റെ കോപ്പി എടുത്തു തരും. സർവീസ് സ്റ്റോറിയിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് വിത്ത് പ്രൂഫ് എനിക്ക് അവതരിപ്പിക്കണം. ഒരു ഈച്ച പോലും അറിയരുത്. അണ്ടർസ്റ്റാൻഡ്? Yes, sir. ലെറ്റ്സ് കണ്ടിന്യൂ. കനത്ത മഴ പെയ്യുന്ന ഒരു ഇരുണ്ട രാത്രി. പുറത്ത് എന്റെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. ഓ